പിന്നെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ സംശയമാണ്, കുട്ടി ഇപ്പോൾ കണ്ണടകൾ വെക്കുന്ന കുട്ടിയാണെങ്കിൽ എത്ര നാൾ കൂടുമ്പോഴാണ് കാഴ്ച പരിശോധിക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളുടെ നേത്രപരിശോധനയ്ക്കുള്ള ആവശ്യകത, ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം സംശയം മാതാപിതാക്കൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു എങ്ങനെയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നേത്രപരിശോധനകളുടെ ആവശ്യകത അല്ലെങ്കിൽ ആവശ്യകതയുണ്ടോ എന്നുള്ളതിനെ പറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരു 90 അല്ലെങ്കിൽ 95% പ്രസവങ്ങളും ആശുപത്രിയിലാണ് നടക്കുന്നത്. അപ്പോൾ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു പീഡിയാട്രിഷ്യൻ കുട്ടിയെ കാണുകയും എന്തെങ്കിലും ഓബ്വിയസ് ആയിട്ടുള്ള നേത്രരോഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് കുട്ടിയെ റെഫർ ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പോൾ പ്രിമച്വർ ആയിട്ടുള്ള ബേബീസ്, അതായത് മാസം തികയാതെ ജനിച്ച കുട്ടികളും അതുപോലെ ചിലപ്പോൾ ദീർഘനാൾ നിയോനേറ്റൽ ICUവിലൊക്കെ കിടക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളും നിർബന്ധമായിട്ടും ഒരു നേത്രരോഗ വിദഗ്ധൻ പരിശോധിക്കേണ്ടതാണ്. കാര്യം അവർക്ക് ചില നേത്രരോഗങ്ങൾ, റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കാവുന്ന പല ഗുരുതരമായ നേത്രരോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രിമച്വർ ആയിട്ടുള്ള കുട്ടികളെ തീർച്ചയായിട്ടും ജനിച്ച സമയത്തോ അല്ലെങ്കിൽ ആ പീഡിയാട്രിഷ്യൻ പറയുന്ന കാലയളവിൽ നേത്രപരിശോധന നടത്തേണ്ടതാണ്. അല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടി കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും കണ്ണ് തിരുമുക, ചില കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ TV വളരെ അടുത്ത് പോയി നോക്കുക, TV കാണുമ്പോൾ കണ്ണ് ചെറുവി നോക്കുക, അല്ലെങ്കിൽ നമുക്ക് കോങ്കണ്ണ് പോലെ തോന്നുക, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വൈറ്റ് റിഫ്ലെക്സ് എന്ന് പറയും, ഒരു വെള്ള കളറിൽ കാണുക, അല്ലെങ്കിൽ കണ്ണുകളുടെ വലിപ്പം വളരെ കൂടുതലായിട്ട് തോന്നുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും മാതാപിതാക്കൾക്ക് ഒരു സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കണം. പിന്നെ അല്ലാതെ നമ്മൾ റുട്ടീനായിട്ട് ഒരു കുട്ടിയെ ആദ്യമായിട്ടൊരു നേത്രപരിശോധന നടത്തേണ്ടത് സ്കൂളിൽ ചേർക്കുന്നതിന് മുൻപായിട്ടാണ്. അതായത് പലപ്പോഴും കുട്ടികളാകുമ്പോൾ അവർക്കിപ്പോൾ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ തന്നെ അവർക്കത് പറയാനായിട്ട് അറിയില്ലായിരിക്കും. പലപ്പോഴും ചിലപ്പോൾ കുട്ടിയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച പെർഫെക്റ്റ് ആയിരിക്കും, ഒരു കണ്ണിനായിരിക്കും ചിലപ്പോൾ ഈ റിഫ്രാക്റ്റീവ് എറേഴ്സോ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളതൊരു റുട്ടീൻ ചെക്കപ്പിലൂടെ മാത്രമേ നമുക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 2 കണ്ണിനും 2 പവറാകുമ്പോൾ ഒരു ദൂഷ്യവശം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് കാഴ്ച ഒരു കണ്ണിൻ്റെ കാഴ്ച പെർഫെക്റ്റ് ആയിരിക്കും, അപ്പോൾ മറ്റേ കണ്ണ് ഒരു ലേസി അല്ലെങ്കിൽ ആംബ്ലിയോപ്പി എന്നൊരു അവസ്ഥയിലോട്ട് പോകും. അതായത് കുട്ടിയുടെ നമ്മുടെ കണ്ണിനെ നമ്മുടെ കണ്ണുകൾ നമ്മുടെ തലച്ചോറിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒപ്റ്റിക് നെർവ് എന്ന നാഡി വഴി. അപ്പോൾ അതിനെ നമ്മൾ വിഷ്വൽ പാത്വേ എന്ന് പറയും. അപ്പോൾ വിഷ്വൽ പാത്വേ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ പതിഞ്ഞാൽ മാത്രമേ ആ വിഷ്വൽ പാത്വേ ഫുള്ളായിട്ട് ഡെവലപ്പ് ആവുകയുള്ളൂ. അപ്പം കറക്റ്റായിട്ടുള്ള ഇമേജ് കണ്ണിൻ്റെ റെറ്റിനയിൽ പതിഞ്ഞില്ലെങ്കിൽ കുട്ടിയുടെ ലേസി ആയി അഥവാ ആംബ്ലിയോപ്പി എന്നൊരു അവസ്ഥയിലോട്ട് പോകും. അതായത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മുതിർന്നു കഴിഞ്ഞാൽ കണ്ണടകൾ വെച്ചാലോ അല്ലെങ്കിൽ ലേസർ ചികിത്സ കൊണ്ടോ അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് കൊണ്ടോ ഒന്നും ആ കാഴ്ച വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടി ആ സ്കൂളിൽ ചേർക്കുന്നതിന് ആ ഒരു 4 വയസ്സ് അല്ലെങ്കിൽ ഒരു 5 വയസ്സുള്ള ഒരു സമയത്ത് റുട്ടീൻ ഐ ചെക്കപ്പ് നടത്തുക. അപ്പോൾ പലപ്പോഴും ഈ ഒരു കണ്ണിലൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾക്കുണ്ടാകുന്ന കോങ്കണ്ണ്, ഇതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ഫലപ്രദമായ അല്ലെങ്കിൽ കണ്ണടകൾ ആവശ്യമുണ്ടെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യാനും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വിഷ്വൽ ഡെവലപ്മെൻറ്റ് നടക്കുകയും ചെയ്യും. അതേസമയം ഇപ്പോൾ കണ്ണടകൾ വെക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എല്ലാ 6 മാസത്തിലൊരിക്കൽ കാഴ്ച പരിശോധിക്കണം. കാരണം കുട്ടി പൊക്കം വയ്ക്കുന്ന അനുസരിച്ചിട്ട് കണ്ണിൻ്റെ പവറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 18-20 വയസ്സ് വരെ റിഫ്രാക്റ്റീവ് അല്ലെങ്കിൽ പവറിൽ ചേഞ്ച് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണടകളുടെ പവർ കറക്റ്റാണോ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ നമുക്ക് റിഫ്രാക്റ്റീവ് എറേഴ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് കണ്ണടകളുണ്ട്, പിന്നെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാം. കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മൾ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ വളരെ ഹൈ പവറുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കോണ്ടാക്ട് ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ കുട്ടികൾക്ക് കോണ്ടാക്ട് ലെൻസ് അഥവാ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ മാതാപിതാക്കൾ അത് പ്രത്യേകം പ്രോപ്പറായിട്ടാണോ യൂസ് ചെയ്യുന്നതെന്നുള്ളതിൽ ഒരു ശ്രദ്ധ വേണം. കാരണം നമ്മുടെ കണ്ണിൽ ടച്ച് ചെയ്താണ് ഈ ലെൻസ് ഇരിക്കുന്നത്. അപ്പോൾ ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലെൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അത് പറയുന്ന കാലയളവിൽ ഡിസ്പോസ് ചെയ്യുക. ഇപ്പോൾ മന്ത്ലി ഡിസ്പോസിബിൾ കാണും, ചിലപ്പോൾ 6 മാസം കൂടുമ്പോൾ ഡിസ്പോസ് ചെയ്യുന്നത് കാണും. അപ്പോൾ അത് ആ കറക്റ്റ് കാലയളവ് മാത്രം ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്ന ലായനി എപ്പോഴും ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. റീയൂസ് ചെയ്യാതിരിക്കുക, അതായത് ഒരിക്കൽ ലെൻസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് ഫ്രഷ് ആയിട്ടുള്ള സൊല്യൂഷനിൽ തന്നെ വേണം ലെൻസ് സൂക്ഷിക്കാൻ. ലെൻസ് ഉപയോഗിക്കുന്ന കേസ് പ്രോപ്പറായിട്ട് ക്ലീൻ ആണോ എന്ന് ശ്രദ്ധിക്കുക.
നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൈ ഒക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് കഴുകിയിട്ട് വേണം, പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ടായിരിക്കണം നമ്മൾ ആ കോൺടാക്ട് ലെൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഒരു 18-20 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണട വയ്ക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ലേസർ ചികിത്സ, ലാസിക് പോലെയുള്ള ചികിത്സകൾ സ്വീകരിക്കാവുന്നതാണ്.